ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടും ഒപ്പം തന്നെ നല്ല ഹെൽത്തി ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓട്സ് ഉപ്പുമാവാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓട്സ് ഉപ്പുമാവ് ചെയ്തെടുക്കുന്നത് 2 കപ്പ് അളവിൽ ഓട്സ് എടുത്തിട്ടാണ്. ഏകദേശം 500 ഗ്രാം അളവിൽ ഓട്സ്. അപ്പോൾ ആദ്യം ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂട് പിടിപ്പിക്കുകയാണ്. കുറച്ച് നേരം ഏകദേശം ഒരു 1.5-2 മിനിറ്റ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് ചൂട് പിടിച്ചിട്ടുണ്ടാവും. ഞാൻ ഓട്സൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് സെയിം പാനിലേക്ക് തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു 3/4 ടീസ്പൂൺ അളവിൽ കടുക് ഒന്ന് ചേർത്ത് പൊട്ടിച്ചെടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉഴുന്നുപരിപ്പ്, ഏകദേശം 1 ടീസ്പൂൺ ഉണ്ടാവും. അപ്പോൾ ഉഴുന്നുപരിപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കടലപ്പരിപ്പ് ചേർക്കണവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഒരു കടിക്കാനൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിലേക്ക് 2 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫുൾ ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ഇഞ്ചിയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല് മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു മീഡിയം സവാള ചെറുതായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് സവാള ഒന്ന് പാതി വഴണ്ടിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളകാണ്. അപ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കണില്ല. അതുകൊണ്ട് തന്നെ 2-3 പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് വലുതൊന്നും അല്ല, ചെറിയൊരു ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ്, ഏകദേശം ഒരു 1/2 കപ്പ് അളവിൽ ഗ്രീൻ പീസ് ഒന്ന് കുതിർത്തിട്ട് വേവിച്ച ഗ്രീൻ പീസാണ്. നമ്മളുടെ ഉപ്പുമാവിന് അധികം വേവില്ലല്ലോ, അതുകൊണ്ട് തന്നെ വേവിച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഞാനിവിടെ 2 കപ്പ് ഓട്സ് എടുത്തത് കൊണ്ട് തന്നെ ഒരു 1.25 കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 7-8 മിനിറ്റ് ആകുമ്പോഴത്തന്നെ നമ്മളുടെ ഓട്സൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ആ ഒരു സ്റ്റിക്കി ഫീലിംഗ് ഒക്കെ മാറിയിട്ട് കറക്റ്റ് ടെക്സ്ചറിലായിരിക്കും കിട്ടുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ പേജ് ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കണേ. നമ്മുടെ ഒരുപാട് റെസിപ്പീസൊക്കെ നമ്മൾ ഇതിന് മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു റെസിപ്പീസാണ്, എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.